ഇവരെ കൊണ്ട് അന്റെ ഒരു പണി ഓടിക്കുന്നില്ല. നിങ്ങൾ പോയേരം തൊട്ടിട്ട് ഇറങ്ങാൻ തുടങ്ങി കൈക്കോട്ട് എടുത്തിട്ട് മിറ്റത്ത്. അനക്ക് അടുക്കളയിൽ എന്തെങ്കിലും നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഈ മിറ്റത്ത് ഇറങ്ങിട്ട് ഇവരെ വയ്യാൻ നടന്നിട്ട് പറഞ്ഞാലാങ്കോ ഒന്നും മനസ്സിലാവൂല. ഏട്ടാ, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തായാലും ഒരു തീരുമാനം എടുക്കണേ. അനക്ക് കഴിയുന്നില്ല, അനക്ക് മടുത്ത്. അനക്ക് ഈ വീട്ടിലെ പണിയും മക്കളെ വയ്യത്തേനെയും പിന്നെ അതിന്റെ പോലെ തന്നെ നിങ്ങൾ അച്ഛനെയും കൂടി നോക്കാനുള്ളത് ഇതൊന്നും അനക്ക് കഴിയുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്ന ഞങ്ങൾക്ക് പിന്നെയും ഒന്നെങ്കിലും നിങ്ങൾ ഇവിടെ നിന്നിട്ട് അച്ഛനെ നോക്കുക, അല്ലെങ്കിൽ വൃദ്ധസ്ഥാനത്തിൽ തന്നെ കൊണ്ടാക്കിയ അനക്ക് കഴിയില്ല എന്തായാലും. ഞാനെന്നാ പറയണ്ട, നീ കാണുന്നില്ല? ഞാൻ രാവിലെ ഒരു ദിവസം പോകുമ്പോ പറഞ്ഞു കൊടുത്തിട്ട് പോകുന്ന കാണുന്നില്ലേ? നമ്മളെ കണ്ണ് കെട്ടുമ്പോ പോകുന്നതിനിപ്പോ ഞാനെന്താക്കേണ്ടത്? ഏട്ടാ, ഞാനിത് പകൽ എത്ര സമയം ഇവരെ നോക്കി നിൽക്കുവാ? ഞാനെന്താ ചെയ്യേണ്ടത് നീ പറ. എന്തെങ്കിലും ഒരു തീരുമാനമാക്കുക. വൃദ്ധസ്ഥാനത്തിലാക്കാനാ? അല്ല നിങ്ങളിഷ്ടം. എന്റെ അച്ഛാ, ഇത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എത്ര പ്രാവശ്യം പറയുന്നു വയസ്സാല അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഇത് ആരും പോയിട്ട് കൈയും കാലും പൊട്ടി ആരെ അടുത്ത് കൊണ്ടുപോവാ? വയസ്സാല അടങ്ങിയിരിക്കണം, കുറച്ചാലും മനസ്സിലാക്കി. വെറുതെ പറയിപ്പിക്കല്ല. അച്ഛനാവുന്നല്ലേ വരുന്നേ? നമുക്ക് ഡ്രസ്സും പൂക്കളെല്ലാം വേണോ? ഡ്രസ്സും ഇല്ല, പൂക്കളും ഇല്ല. ഇപ്രാവശ്യം എൻ്റെ അടുക്ക കൈമ പൈസ ഒന്നുമില്ല, പണിയില്ല, പൈസ ഇല്ല. നേരെ നിങ്ങൾ ഓണം ഒപ്പം പോയിട്ട് കളിച്ചാട്ടെ. അച്ഛൻ നമ്മുടെ കൂടെ കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സും കോഴിയെടുത്തത് അമ്മക്കും വേണം അച്ഛാ. അച്ഛന് ഇപ്രാവശ്യം പണിയൊന്നുമില്ല, കാണുന്നില്ല. നീ മഴ കാണുന്നില്ലേ? അച്ഛൻ പണിക്ക് നോക്കണ്ടാ? ഇവിടെ തന്നെയല്ലേ ഉള്ളത്. ഞാൻ അപ്പുറം പോയിട്ട് കളിച്ചാട്ടെ. നമുക്ക് അന്ന് നോക്കാം. ഓ, മക്കളെ ഇങ്ങ് വാ. എന്നാ ചാച്ചാ? മക്കൾക്ക് ഡ്രസ്സ് മേടിക്കാൻ അച്ചാച്ചൻ പൈസ തരാം കേട്ടാ. രണ്ടാളും ഡ്രസ്സ് എടുത്തോ കേട്ടാ. ചാച്ചൻ എങ്ങനെ പൈസ കിട്ടിയേ? അച്ചാച്ചന് പെൻഷൻ കിട്ടിയ പൈസയാണ് മക്കളെ. നിങ്ങള് ഡ്രസ്സ് എടുത്തോ കേട്ടാ രണ്ടാളും.